ലാൽ സർ, ഞാൻ നിങ്ങളോട് കുറേ സിനിമകൾ ചെയ്തു. പക്ഷേ അപ്പോഴെല്ലാം ഞാൻ പറയാത്ത ഒന്ന് ഇപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നുന്നുണ്ട്. ദ മോസ്റ്റ് പോസിറ്റീവ് പേഴ്സൺ ഐ കെയിം അക്രോസ് വാസ് യു. നിങ്ങളോട് ചെയ്യുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ദ പോസിറ്റീവ് എനർജി യു ഹാവ് ആൻഡ് ദ പോസിറ്റീവ് എനർജി യു ഗിവ് അസ്, ഇറ്റ്സ് അമേസിങ്. ദൃശ്യത്തിലെ നായികയാണ് മീന. അതെ, മീനയ്ക്ക് ഒരുപാട് എനർജി ലാൽ സാർ പകർന്നു കൊടുത്തു മീന പറയുന്നത്. വളരെ സന്തോഷം അങ്ങനെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് അവർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ തിരിച്ചാണ് പറഞ്ഞത്. എൻ്റെ കൂടെ അഭിനയിച്ചവരുടെ അവരിൽ നിന്ന് കിട്ടുന്ന എനർജിയിലാണ് ഞാനും അഭിനയിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിലൊരു കുട്ടിയായാലും അതിലെ ആരെ ഇപ്പം നാരായണൻ നായരായാലും കുഞ്ചേട്ടനായാലും ഒക്കെ ആ സീൻ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അവരുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടും തമാശകൾ പറയുകയും ഇതൊരു സിനിമയാണ്, ഇതൊരു അഭിനയമാണ്, ഇത് മോഹൻലാലാണ് അല്ലെങ്കിൽ ഇത് കുഞ്ചനാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിലൂടെയാണ്. അതായിരിക്കാം അവർ പോസിറ്റീവ് എനർജി. മാത്രമല്ല, ലാലിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകത ആൾക്കാർ പറയുന്നത്, ലാൽ വളരെ കംഫർട്ടബിൾ ആക്കാൻ പറ്റുള്ള ആൾക്കാർ. ഞാൻ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. ഞാൻ അങ്ങോട്ട് പോകും. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ വളരെയധികം പ്രയാസമാണ്. ഒരു സൂപ്പർ സ്റ്റാർ സാർ അങ്ങനെയല്ലല്ലോ പെരുമാറേണ്ടത്. സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു വാക്കല്ലേ, ഒരു സംജ മാത്രമാണ്. അതെ, ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു ഫിലോസഫി അതാണ്, അല്ലേ? അപ്പം നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം എനിക്ക് പറയാൻ മടിയില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് വരികയാണ്, അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ വേറൊരാളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് സിനിമയിലായാലും അത് ജീവിതത്തിലായാലും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കാറുണ്ട്. ആ ശ്രമം ഒരു പക്ഷേ നമുക്ക് ഈ പോസിറ്റീവ് എനർജി എന്നോ. ഇത് മമ്മൂട്ടിക്ക് പറഞ്ഞു വെച്ചൊരു സിനിമയായിരുന്നു. ഞാനിവിടെ ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ നിമിത്തങ്ങൾ, പലപ്പോഴും ഇങ്ങനെയുള്ള നിമിത്തങ്ങളാണ് പലതിനും പറഞ്ഞു വെച്ചിരിക്കുന്ന സിനിമ സംഭവിക്കുകയാണ്, അല്ലേ? ഇപ്പോൾ അത് ഇങ്ങനെ ഈ സിനിമ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ട് ഇത് വിജയമായി, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ട് ഇത് വിജയമായി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെ സംഭവിക്കേണ്ട ഒരു സിനിമയായിരുന്നു, അല്ലേ? ഇതിലിപ്പോൾ മീന എന്ന് പറയുന്ന കുട്ടി വളരെ കാലത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും അഭിനയിക്കാൻ വരികയാണ്. അപ്പോൾ ഈ ദൃശ്യത്തിൽ അവർക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്, ഒരു നിമിത്തമാണ്. ഇതിങ്ങനെ സംഭവിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. ഇതുപോലെ പല സിനിമകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. ഒരുപക്ഷെ ശ്രീ മോഹൻലാലിന് പറഞ്ഞു വെച്ച സിനിമകൾ മമ്മൂട്ടി അഭിനയിക്കാറുണ്ട്, മമ്മൂട്ടിക്ക് പറഞ്ഞു വെച്ച സിനിമകൾ ലാൽ അഭിനയിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ അധികം സംഭവിച്ചിട്ടില്ലെന്നാണ്. വടക്കുന്നാഥന് ഇതുപോലെ തന്നെയായിരുന്നു, അല്ലേ? ഈ എന്താ പറയുക, ഒരു കഥ ചിലപ്പോൾ ഇപ്പോൾ പല ആൾക്കാരോട് പറയും, അല്ലേ? അവർക്ക് ചിലർ പക്ഷേ പറയും എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മളറിയുന്നില്ല ഇതിപ്പോൾ ഈ കഥ അവരോട് പറഞ്ഞിരുന്നു, അറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഈ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് മമ്മൂട്ടിക്ക കണ്ടപ്പോൾ പറഞ്ഞു, എന്നോട് ഈ കഥ പറഞ്ഞാണ്. ഞാനത് പിന്നെ ഞാൻ ഇത്തരത്തിലുള്ള വേഷങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. അത് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സിനിമ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മമ്മൂട്ടിക്കയുടെ അടുത്ത് പറഞ്ഞു നോക്കും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, സുരേഷ് ഗോപി അടുത്ത് പറയാം, അദ്ദേഹത്തിന് ആ പ്രോജക്റ്റ് നടക്കാനായിട്ടാണ്. അപ്പോൾ ഈ സിനിമ ആരഭിനയിച്ചാലും ഈ സ്ക്രിപ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സക്സസ്സിലേക്ക് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നു. അത് എത്രത്തോളം വലിയ സക്സസ് എന്നുള്ളത് അത് പിന്നീട് തീരുമാനിക്കണം.